എൻ്റെ ഈ ഇരിക്കുന്ന എൻ്റെ മോൻ അഷ്റഫ് ഇന്നലെ ഞങ്ങൾ രണ്ടാളും യാത്ര ചെയ്യുക. ഷമീറിൻ്റെ വീട് ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളും വീട്ടിൽ മൂത്തേടത്തേക്ക് പോകും. അപ്പം ഈ മോൻ എന്നോട് ഇന്നലെ സംസാരിക്കുകയാണ്. യാത്ര വളരെ ചിന്തനീയാണ്. അവരെ നാട്ടിലൊരു ഹിന്ദുവായ മനുഷ്യൻ്റെ കഥ. ഒരു ഹിന്ദുവായ മനുഷ്യൻ അവരുടെ പരിസരത്ത് ഒരു ഹിന്ദുവായ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോഴെല്ലാം പറയും ഈമാൻ സലാമത്തായി മരിക്കാൻ ദ്വാരക്കണേ എന്നിട്ട് കരയൊന്നു. ഈമാൻ സലാമത്തായി മരിക്കാൻ ദ്വാരക്കണേ എന്ന് പറഞ്ഞ് കരയും. എന്തെങ്കിലും റോഡ് സൈഡിൽ കിട്ടിയത് ആക്രിക്കടയിൽ കൊണ്ടേ കൊടുത്തിട്ട് അതിൽ നിന്ന് ഉപജീവനം കഴിച്ച് വളരെ ദരിദ്രനായി ജീവിച്ച മനുഷ്യനാണ് ഇയാൾ. അവസാന കാലത്തൊക്കെ അങ്ങനെയാണ് പരമാവധി. എന്തെങ്കിലും വല്ല പ്ലാസ്റ്റിക്കോ കുപ്പി കഷ്ണോ എന്തെങ്കിലും കിട്ടിയിട്ട് അത് ആക്രിക്കടയിൽ കൊടുത്തിട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഈ ഹിന്ദുവായ വൃദ്ധനായ മനുഷ്യൻ ആരും കണ്ടാൽ എന്തു പറയും? ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുആ ഇറക്കണേ, ഈമാൻ കിട്ടി. അങ്ങനെയല്ലേ മോനെ പറഞ്ഞു? അങ്ങനെയല്ലേ പറഞ്ഞു? ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ഇറക്കണേ, ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ കാര്യം മുസ്ലിമാണോ? അല്ല. നിസ്കാരമുണ്ടോ? പാറകുട്ടി ഇല്ല. അങ്ങനെ ഈ മനുഷ്യ ഇവിടെ ഹാജറുണ്ടല്ലോ. മൈക്കെൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നില്ലെങ്കിൽ അഷ്റഫിനോട് പറയിപ്പിക്കാം. അഷ്റഫ് ഹാജറുണ്ടല്ലോ. അങ്ങനെ ഈ അഷ്റഫിനോട് പറയാണ്, ഈ ഏട്ടൻ, ഈ ഹിന്ദുവായ ഏട്ടൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ വേറെ ആളുണ്ട്. അപ്പോൾ കണ്ട് മടങ്ങി വരുമ്പോൾ അയാൾ പറയും, എനിക്കും തോന്നി ആ ഏട്ടൻ തന്നെയല്ല കിടക്കണം. അതായത് അത്രയും വലിയ വെളിച്ചം എവിടെ? മുഖത്ത്. എന്തതിനർത്ഥം? മഞ്ചത്ത വജത, ആരധ്വാനിച്ചാൽ നേടും. ഈ മനുഷ്യന് എന്നോട് ഈ അഷ്റഫ് പറഞ്ഞു, ആ ഏട്ടൻ ഈമാൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ മരിച്ചിട്ടുണ്ടാവില്ല. ആ മുഖത്ത് പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ? അപ്പം ആ മനുഷ്യൻ എങ്ങനെ? അല്ലാഹു നീതിമാനല്ലേ? ഈമാൻ കിട്ടി മരിക്കണം. ആ മനുഷ്യന് കൊതിയുണ്ടെങ്കിൽ അതുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ ലക്ഷ്യം സ്വർഗം മാത്രമാണ്. അല്ലാഹു റസൂൽ നമ്മളെ ലക്ഷ്യം തന്നെയല്ല. അത് ചിലപ്പോൾ അല്ലാഹു എനിക്ക് പുറത്തു വന്നിരിക്കുന്ന അരവാക്കൊണ്ട് തീരുന്നതുമാണ്. മറ്റേത് അരവാക്കൊണ്ട് തീരൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? മുതലാളി എനിക്ക് 10 പിന്നെ 100 ഏക്കറുള്ള മുതലാളിനോട്, മാന്യനായ മുതലാളിയാണെങ്കിൽ മുതലാളിനോട് എന്ത് പോയി ചോദിച്ചു? ഒരു 3 സെന്റ് ഭൂമി പഞ്ചായത്ത് നിനക്ക് 3 സെന്റ് ഉണ്ടെങ്കിൽ വീട് കിട്ടും. ഒരു 3 സെന്റ് വീട് തരുമോ എന്ന് ചോദിച്ചിട്ട്, വീട് വേണ്ട, നിങ്ങളൊരു 3 സെന്റ്, 100 കണക്കിന് ഏക്കറുണ്ട് ഈ മുതലാളിക്ക്. അപ്പം ഈ മുതലാളിനോട് ഒരു സാധുവായ മനുഷ്യൻ പോയി ചോദിച്ചു, എനിക്ക് എന്ത് തരുമോ? എൻ്റെ ഈ പൈസ അല്ലേ, ഞങ്ങളൊരു 3 സെന്റ് വീട് തരുമോ? 3 സെന്റ് ഭൂമി വീട് ഞാൻ പഞ്ചായത്തിന് ഒപ്പിച്ചോളാം. 3 സെന്റ് വീട് നിനക്ക് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ പഞ്ചായത്തിന് വീട് വാങ്ങിത്തരാം, ഞാൻ വാങ്ങിക്കോളാം. മുതലാളി നിങ്ങളൊരു 3 സെന്റ് ഭൂമി തരുമോ എന്ന് ചോദിച്ചാൽ 100 കണക്കിന് ഏക്കറുള്ള മാന്യനായ മുതലാളിക്ക് ഇതിന് വലിയ വിഷമമുണ്ട്. ആയിക്കോട്ടെ എന്നല്ലേ അറിയാം. നിങ്ങളെ മകളെ കെട്ടിച്ചിട്ട് വരാന്നാലോ? അങ്ങനെ നടക്കണ കാര്യം. അതിന് ജൈൻ മാത്രം നന്നായി നായൊക്കെ തോന്നണ്ടേ? നന്നായാലും മോശമായാലും ഓൻ്റെയൊക്കെ ഈമാനും തെർമോമീറ്റർ എടുത്തിട്ടാണോ ഭൂമി എടുക്കുന്നത്? സ്വർഗം അല്ലാൻ്റെ ദുനിയാവ്. ഇനി ഇതുപോലത്തെ 10,000 സ്വർഗം പടക്കാൻ കഴിവുള്ളവനാണ് ആര്? അപ്പോൾ അള്ളാഹ് പഠിച്ചവനെ സ്വർഗം തരണേ. ആയിക്കോട്ടെ, അല്ല തന്നെ അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അള്ളാഹു തആലക്ക് പണിക്കാരെ ആവശ്യമല്ല. എന്ത് പറയണ ചങ്ങായി? അവിടെ നിലവിൽ തന്നെ അള്ളാഹ്ക്ക് ഇനി ആളെ ആവശ്യം. എന്തിൻ്റെ വിഷയമല്ല. പിന്നെ പണി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ കുറച്ച് പുറത്ത് മാർക്കിട്ടാ. പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചെല്ലാം കൂടി ഒറ്റ ദിവസം നാടൻ മുറിക്കുക, ഉദ്ഘാടനം. അതല്ല, ഇവിടെ എന്തുണ്ട്? പണി മുഴുവൻ കഴിഞ്ഞ് മാറാലൊന്നും തട്ടാതെ അതിന് രാവും പകലും പെണ്ണുങ്ങളും ആണുങ്ങളും വമ്പൻ ജനങ്ങൾ അത് ഇത് എത്രയോ കാലായിട്ട് ഇഷ്ടം പോലെ. അപ്പം ഇനി അല്ലാഹു തആലക്ക് ഇനി വേണ്ട
നമുക്കാണെങ്കിലും പറഞ്ഞോട്ടെ. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തം അത് വെറുതെ കിട്ടും. നമ്മളെപ്പോലത്തോർക്ക് പൊരുത്തം ലക്ഷ്യം തന്നെയല്ല. എന്തുകൊണ്ട്? നമ്മക്ക് വേണ്ട എന്താ പറയാ? ഇവിടെയും സുഖം അവിടെയും സുഖം, ഇവിടെയും സുഖം അവിടെയും സുഖം. ഞാൻ ഇന്നലെ രാത്രി ഒരാളെ 10 മണി കഴിഞ്ഞിട്ട് രാത്രി ഒരാളെ വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്, വിൽപ്പന നടക്കണില്ല, നിങ്ങൾ ദ്വാർക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാർക്കൊക്കെ ചെയ്യാം, പക്ഷെ പ്രശ്നം വലിയ മുതലാളിമാർ നിങ്ങളെ ഭൂമി എടുക്കൂല. സാധുക്കളെ കയ്യിൽ എടുക്കാൻ നിലവാരമില്ല. മിഡിൽ ക്ലാസ്സാണ് എപ്പോഴും കച്ചവടം നടത്തുക. മിഡിൽ ക്ലാസ്സിൻ്റെ കയ്യിൽ മന്തിക്കേ പൈസ ഉള്ളൂ, വേറൊന്നുമില്ല. മന്തിയാണ്, മനസ്സിലായില്ല? മിഡിൽ ക്ലാസ്സിൻ്റെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? മന്തി, മറ്റേത് കുനാഫ, എന്നതൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങിക്കണല്ലോ. പരസ്യമാക്കണ്ടേ പറയൊക്കെ. മിഡിൽ ക്ലാസ് ഇതാ നേരം വെളുക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധുവിന് പിന്നെ കോഴിക്കോട് ബീച്ച് കച്ചവടമുണ്ട്. അവൻ്റെ വേദന എൻ്റെ മോൻ അഷറഫി അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം നേരം വെളുക്കുന്നവരെ പെണ്ണുങ്ങളും ആണുങ്ങളും ബീച്ചിൽ നിറച്ചാണ്. പഴയ കാലത്ത് 10 മണിയായ പോലീസിൽ ആത്തിയും കൊണ്ടുവരും, അടക്ക് പടക്കണ്ടയില്ല. നേരം വെളുക്കുന്ന 100% പെണ്ണുങ്ങളും ആരുമാണ് മുസ്ലിം പെണ്ണുങ്ങൾ പള്ളിയൊക്കെ ഒന്നാലും നിങ്ങൾക്ക് തന്നെ വായിച്ചാറ്. ഇതൊരു 10-20 കൊല്ലം മുമ്പ് നേരം വെളുക്കുന്നവരെ പെണ്ണുങ്ങൾ ബീച്ചിൽ കൂടി ഓടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാപ്പ വിശ്വസിക്കുമോ? പറയടൂ. ഒരു 25 കൊല്ലം മുമ്പ് മരിച്ച എൻ്റെ ബാപ്പ വല്യാപ്പാനോട് പറയാണ്, നേരം വെളുക്കുന്നവരെ മുസ്ലിം പെണ്ണുങ്ങൾ, പർദ്ദട്ട മുസ്ലിം പെണ്ണുങ്ങൾ ബീച്ചിലൂടെ ഓടുകയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അപ്പം നടക്കണില്ല. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കഴിയണില്ല. എന്തിനു കഴിയില്ല? പീടി നടത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആരെ ഹെൽപ്പറുള്ളത് ബംഗാളിയാണ്. ബംഗാളിക്ക് എല്ലാടക്കം നേരെ വണ്ടി പിന്നെ കൽക്കത്തേക്ക് കയറുമെന്ന് പേടിയാണ്. അപ്പോൾ മനസ്സിലായി, ചായ ബംഗാളി പറഞ്ഞാലും പൈസ ഇപ്പം വാങ്ങണ്ടേ? അപ്പം മനസ്സിലായില്ല. പൈസ ചായ പാരുന്നവനും പൗതി ഉറങ്ങിയാലും പൈസ വാങ്ങണം, പൗതി ഉറങ്ങാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്തില്ല, ഉറക്കല്ല. നേരം വെളുക്കുന്ന ബീച്ചിലൂടെ പായാണ്. സൊസൈറ്റിക്ക് വരുന്ന മാറ്റം ഇതൊരു കാലത്ത് വിശ്വസിക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ ഞാൻ മിഡിൽ ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. മിഡിൽ ക്ലാസ്സിന് കയ്യിൽ പൈസ ഇല്ല, അതൊക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരി. എന്താ പറഞ്ഞതിൻ്റെ അകത്തുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖം, ഇവിടെയും സുഖം അവിടെയും സുഖം, ഇവിടെയും മന്തി അവിടെയും മന്തി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇവിടെയും സുഖം അവിടെയും സുഖം, ഇവിടെയും സുഖമാണ് അവിടെയും സുഖമാണ്. അവിടെ സ്വർഗം കിട്ടിയ സുഖം, ഇവിടെയോ സ്വർഗം കിട്ടിയ സുഖം. മനസ്സിലായില്ല? ഇവിടെയും സ്വർഗം കിട്ടിയ എന്താ? ഇതൊക്കെ തന്നെയല്ലേ ഇപ്പം അവിടെയുള്ളത്. പറയാ ക്വാളിറ്റിയിലല്ലേ വ്യത്യാസം. ഇവിടെ നല്ല എന്തുണ്ട്? മിനറൽ വാട്ടർ, വേറെ മിനറൽ വാട്ടർ, മറ്റേ മന്തി, ഇതൊക്കെ തന്നെയല്ലേ. പൊരിക്കണമെന്നല്ലോ, പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊരിക്കാതെ തന്നെ പൊരിച്ച മാതിരിയാവും. അപ്പം മനസ്സിലായില്ല? ഇവിടെ ബില്ലുണ്ട്, അവിടെ ബില്ലില്ല. അവിടെ അധ്വാനം ഇല്ലാത്തതുകൊണ്ട് ബില്ലില്ല. ഒരു വസ്തുവിൻ്റെ വില എന്ന് പറഞ്ഞാൽ മാർക്സ് പറഞ്ഞത്, ഒരു വസ്തുവിൻ്റെ വില എന്നാൽ ആ വസ്തുവിലടങ്ങിയ മനുഷ്യാധ്വാനത്തിൻ്റെ വിലയാണെന്നാണ്. എനിക്ക് മാർക്സ് പറഞ്ഞ ഒരൊറ്റ കാര്യം, അത് നല്ല വാക്കുമാണ്, അത് കറക്റ്റാ. ഞാൻ അത് വെച്ച് ഒരുപാട് തൗഹീദ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മാർക്സിൻ്റെ വാക്ക് വെച്ച് വളരെ കൃത്യമായ ഒരു റൈറ്റാണ് ആ വാക്ക്, വളരെ കൃത്യമാണ്. ഒരു വസ്തുവിൻ്റെ വില എന്നാൽ ആ വസ്തുവിലടങ്ങിയ കണ്ടന്റിന് വിലയല്ല. കണ്ടന്റ് മാർക്സിൻ്റെ സിദ്ധാന്തത്തിൽ പ്രകൃതിദത്താണ്. മനസ്സിലായില്ല? അത് പടച്ചോൻ്റെ ദാനമാണെന്ത്? കണ്ടന്റ്. അപ്പൊ പിന്നെ വില എന്താ? അതിലടങ്ങിയ മനുഷ്യാധ്വാനത്തിൻ്റെ വില. അങ്ങനത്തെ ഒരു അധ്വാനം എവിടെ ഇല്ല? സ്വർഗത്തില്ല. അപ്പൊ ബില്ലുമില്ല. സ്വർഗത്തിൽ ബില്ലുണ്ടാവില്ല, ഒന്നിനും ബില്ലില്ല, എല്ലാം തിന്നാ ബില്ലില്ല. അപ്പൊ ഇവിടെയും സുഖം അവിടെയും സുഖം.
അതല്ല മുഅ്മിനിൻ്റെ അവസ്ഥ. മുഅ്മിന് ഇവിടെയും അവിടെയും സുഖം ഉണ്ടാവലില്ല. റിദ്വാനു മിനല്ലാഹി അക്ബർ. മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ കാര്യം ആരെ അറിയലാണ്? അല്ലാഹു, അവൻ്റെ പൊരുത്തം. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വരിക. അപ്പോൾ അങ്ങനെ വരും ഹബീബായ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വരിക. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നത്തിൽ വന്നാൽ ഹബീബന്നെ എന്ത് വ്യാഖ്യാനങ്ങൾ പറഞ്ഞാലും അത് മുസ്തഫ നബിയാണ്. ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ചൊക്കെ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവന്നത് തെറ്റാണ്. അങ്ങനത്തെ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടാൽ അതാരെന്നെയാണ് പറയേ? അത് മുസ്തഫ നബി തന്നെയാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് കൊടുക്കുന്ന ദുന്യവ്യായ ലാഭമാണ്. എന്നത് ഉഖ്റവിയായ ലാഭമാണ്. അള്ളാഹു റസൂൽ സ്വപ്നത്തിൽ വന്ന് ചിരിച്ചാൽ മതി. എനിക്ക് ഉറപ്പിച്ചു, എൻ്റെ കടലാസ് ക്ലിയറാണ്. നിനക്ക് ആരെ പൊരുത്തണ്ട്? അള്ളാഹിനെ പൊരുത്തണ്ട്. ഇതൊന്നും വേണ്ട സ്വർഗത്തിന് ഓഫർത്തിലാക്ക, ഞാൻ നിനക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ മതി. ദുനിയാവിൽ ഒരുപാട് തെറ്റ് ചെയ്തു. സതർത്തുവ വലിയ ഓഫർത്തുവ. ഇതാണ് ഹിസാബുൻ യസീർ മുസ്തഫ നബി പറയുന്നത്. അതായത് എന്ന ആയത്തിറങ്ങിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയോട് ചോദിക്കാണ്, ഫമൽ ഹിസാബുൽ യസീർ യാ റസൂലല്ലാഹ്? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അവന് ഹിസാബു യസീർ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ വിചാരണ. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവർക്കത് മനസ്സിലായില്ല. അവർ ഹബീബിനോട് ചോദിച്ചു, ഫമൽ ഹിസാബുൽ യസീർ യാ റസൂലല്ലാഹ്? ഹിസാബുൽ യസീർ എന്നാൽ എന്താണ് നബിയെ? അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദിനെ തന്നിലേക്ക് അടുപ്പിക്കും. ഫയഖൂലു, എന്നിട്ട് ആരും കേൾക്കാതെ അല്ലാഹു ആ അബ്ദിന് ദർശനം കൊടുത്തിട്ട് ഇങ്ങനെ അറിയിക്കും, ഫഅൽത കദാ വകദാ 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 അലിംതു, എനിക്കറിയാം ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ തോന്നിയതും ചെയ്തിട്ടുണ്ട്. ദുന്യാവിൽ നീ ചെയ്ത തോന്നിയാസം നിന്റെ ഭർത്താവ് പോലും നിന്റെ ഭാര്യ പോലും അറിയാതെ ഞാൻ മറച്ചു വെച്ചു. എപ്പോഴും ചെയ്തു, എനിക്കറിയാം എനക്കൊരേ ചെയ്തിരിക്കുന്നത്. വലിയ ഓഫർത്തുവ, ഇന്ന് ഞാൻ നിനക്ക് പുറത്തു വന്നു. ഹിസാബില്ല, സ്വർഗത്ത് പോയിക്കോ. ഇതാണ് സമയസീർ. ഇത് ദുന്യാവിലെ എല്ലാ തോന്നിയാസം ചെയ്തവനോടും ആർക്ക് പറയാ? അള്ളാഹുവിന് പറഞ്ഞൂടെ, അവൻ ഏകാധിപതിയായ റബ്ബല്ലേ. പക്ഷെ റബ്ബിന്റെ പൊരുത്തം കിട്ടൽ ഇങ്ങനെ നടക്കൂല മോനെ. അത് പണിയാണ്, അതാണ് പണി. മറ്റേത് പുറത്തുന്ന പോലെ അത് ചെറിയ പണിയല്ലേ. തൗബ ചെയ്തവൻ കുറ്റമില്ലാത്തവനെ പോലെ. മിഞ്ഞാന്ന് പറഞ്ഞല്ലോ ഞാൻ ആ ഹദീസ്, കുറ്റം ചെയ്തിട്ട് തൗബ ചെയ്തവൻ കുറ്റമില്ലാത്തവനെ പോലെയാണ്. അപ്പോ കുറ്റം ചെയ്തു, പിന്നെ തൗബ ചെയ്തു, അപ്പോ എന്തില്ലാതെയായി? കുറ്റമില്ലാതെ. പക്ഷെ അള്ളാഹിന് കുറ്റം കിട്ടും, അള്ളാഹിന് മുഖറബാവും. മുസ്തഫ നബി വന്ന് ചിരിക്കും. ചിരിക്കണമെങ്കിൽ ചിരിക്കാൻ മാത്രം അവസ്ഥയിലേക്ക് തോപെത്തണം. അവിടേക്ക് നമ്മൾ തോപെത്തുന്നുണ്ടോ? നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ ഇവളെ കല്ലെറിയട്ടേറും. മഗ്ദലന മറിയമ്മനെ കൊണ്ടുവന്നു യേശുവിൻ്റെ അടുത്തേക്ക്. അതൊരു ക്രിസ്തീയ കഥയാണ്. മഗ്ദലന മറിയമ്മിൻ്റെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവേണ്ട പോലെ ദി ചർച്ച് ഓഫ് ടീയേഴ്സ് എന്നാ പറയുക, കണ്ണുനീർത്തുള്ളികളുടെ ചർച്ച്. മനസ്സിലായില്ല? ജെറൂസലേമിൽ അവരുടെ ഖബറിൻ്റെ മുകളിൽ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് ചർച്ച് ഓഫ് ടീയേഴ്സ് എന്നാ പറയുക, കണ്ണുനീർത്തുള്ളികളുടെ ചർച്ച്. അവിടെയാണ് ആരെ അടക്കം ചെയ്തത്? മഗ്ദലന മറിയമ്മിനെ. മഗ്ദലന മറിയമ്മിനെ പിന്നെ ആളുകൾ വേശ്യയായ മഗ്ദലന മറിയമ്മിനെ ജെറൂസലേം നിവാസികൾ പിടിച്ചിട്ട് യേശുവിനെ മുന്നിൽ കൊണ്ടുവന്നു. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ഇപ്പോൾ വേശ്യാണ്. അപ്പോൾ യേശു ഒരു കയ്യിലൊരു വടിയുണ്ടായിരുന്നു, അതുകൊണ്ട് നിലത്തെന്തോ കുറിച്ചുകൊണ്ടേയിരുന്നു. ആ ഭാഗം ശ്രദ്ധിച്ചില്ല. യേശുവിനെ മുന്നിലേക്ക് ഇട്ട് യേശു ആ ഭാഗം ശ്രദ്ധിച്ചില്ല. അവർ വീണ്ടും വീണ്ടും പറഞ്ഞു, കർത്താവേ ദാവീദ് പുത്ര, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യേശു ശ്രദ്ധിച്ചില്ല. അവരലമുറയിട്ടപ്പോൾ അവസാനമായി യേശു മുഖമുയർത്താതെ ഇങ്ങനെ പറഞ്ഞു, എന്ത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അപ്പോൾ ഒരൊക്കെ എന്തായി?
ഒരാൾ പോയി, പിന്നെ ആൾ പോയി, എന്നാണ് ഈ പോയില്ല. നമ്മളൊക്കെ പാപം ചെയ്യാത്ത ഒരാളല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അന്നത്തെ അമ്മാടികൾക്കൊരു നന്മ ഉണ്ടായിരുന്നു, സത്യം ഉണ്ടായിരുന്നു. അപ്പൊ ആരും പേക്കാത്തവരാണ്, എല്ലാവരും നല്ലവരാണ്. അപ്പൊ അങ്ങനെ പോയി 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 എല്ലാവരും പോയി. അവസാനം മഗ്ദലന മറിയം ബാക്കിയായി. അവൾ എന്ത് ചെയ്തു? കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി അവിടെ വീണു മരിച്ചു. കരഞ്ഞ് 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 കരഞ്ഞിട്ട് എൻ്റെ യേശുവിൻ്റെ കാൽപാദം മുഴുവനും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു, മരിക്കും ചെയ്തു. ഇതൊരു മുഖറബായ മനസ്സിൻ്റെ അവസ്ഥയാണ്. ഞാൻ ഈ ചരിത്രമെന്ന് പറയല്ല, നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികൾ ഇങ്ങനൊരു കാര്യം അവരെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഞാൻ അതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വരും വരായികളോ അതിൻ്റെ ചരിത്രമൊന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെ ഉണ്ട്, ആ ചർച്ചും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ ആ അവസ്ഥയിലേക്ക് നമ്മളെ തൗബത്തിനുണ്ടോ? ഈ മുഖറബാവും ചെയ്യും. ചിലപ്പോൾ ആ രാത്രി നിന്റെ അടുത്തേക്ക് ആര് വന്നേക്കാം? ഹബീബ റസൂലുള്ളാഹ് പുഞ്ചിരിച്ചോണ്ട് വന്നേക്കാം. ഈ ജീവിതം മുഴുവൻ തെറ്റിയതവനാണെങ്കിൽ പോലും. പക്ഷെ ആ തൗബ കൊണ്ട് നീ മുഖറബായിട്ടുണ്ട്. ഇന്ന് നമ്മൾ തൗബ കൊണ്ട് മുഖറബാവണില്ല. തൗബ കൊണ്ടും മതി. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിഅതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണില്ല. എത്തിയാൽ അള്ളാഹിന് പൊരുത്തം കിട്ടും. അള്ളാഹിൻ്റെ പൊരുത്തം ഇന്ന് മനുഷ്യർക്ക് ചർച്ചയല്ല. പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ ആരെ കാണാൻ കഴിയും? സുബ്ഹാനഹു കാണാൻ. അതാണ് റഹ്മത്തുൽ ആലമീൻ്റെ ഏറ്റവും വലിയ റഹ്മത്ത്. മറ്റേ തോടും പാടമാണ്. ഖുർആൻ തന്നില്ലേ? തന്നു, വലിയ കാര്യം തന്നെയാണ്. ആദ്യം തന്നു. ഖുർആൻ തന്ന വലിയ കാര്യമല്ല, 100% വലിയ കാര്യമാണ്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. പക്ഷെ പൊതുവായ കാര്യമാണ്. പക്ഷെ നീയും നബിയും തമ്മിൽ എന്താ ബന്ധം? നീയും നബിയും തമ്മിൽ എന്താ ബന്ധം? ആ ഖുർആനും നീയും തമ്മിൽ എന്താ ബന്ധം? ഇന്ന് നേരം വെളുത്തുക 6 മണി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും, ഞാനും എൻ്റെ മോനും, ഞങ്ങൾ മൂത്തേരത്തിന് തിരിച്ചു വരിക. അപ്പം ഞാൻ 6 മണി കഴിഞ്ഞ് മൊബൈൽ തുറന്നു നോക്കുമ്പോൾ ആദ്യം വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചെങ്കിൽ, ആക്രിക്കടകളിൽ യൂസ്ഡ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മുസഹഫ് കൊടുത്തിട്ട് ബഹളാണ്. ആക്രിക്കടയിൽ ഒരാളൊരു മെസ്സേജ് എനിക്ക് അയച്ചെന്നു. ആ കൂട്ടത്തിൽ ഒരു സംഘം ആളുകൾ ചർച്ച ചെയ്യുക. അപ്പോൾ അതിലൊരു ഫോർവേഡ് മെസ്സേജ് വന്നു. എന്ത്? പിന്നെ ആക്രിക്കടക്കാരനോട് ചോദിച്ചു, യൂസ്ഡ് ഖുർആൻ ഉണ്ട്, നിങ്ങൾ എടുക്കുമോ? യൂസ്ഡ് ഖുർആൻ, യൂസ്ഡ് അല്ലാത്ത ഖുർആൻ എന്താണ് വിചാരിച്ച്? നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥയുടെ പറയുന്നത്. ഈ യൂസ്ഡ് ഖുർആൻ ഉണ്ട്, നിങ്ങൾ എടുക്കുമെന്ന് ആക്രിക്കടക്കാരനോട് ചോദിക്കണോന്ന് ആരാ? ഇതാരാ ചോദിക്കുക? ഇത് തോമസ് ചോദിക്കോ? പറയടോ. ഇത് ജേക്കബ് ചോദിക്കോ? ഇത് കൃഷ്ണൻ ചോദിക്കോ? ഇത് യശോദ ചോദിക്കോ? ഇതാരാ ചോദിക്കണ്? മുസ്ലിം എന്ന് പറയല്ലടാ, മാപ്പിള എന്ന് പറയത്തി. ഇബ്രാഹിം നബിന്റെ പേരാ മുസ്ലിം. ഞാൻ പറയാൻ പറ്റിയ പേക്കില്ല. നമുക്ക് വേറൊരു പേരുണ്ട്, മാപ്പിള. അതാ നല്ല പേര് നമുക്ക്. മുസ്ലിം എന്നേ നമുക്ക് പേര് വരാൻ പറ്റൂ. അപ്പേര് പറ്റില്ല നമുക്ക്. മാപ്പിള എന്ന് പറ്റും. ഓക്കെ, അത് പറ്റും. ഈ മനുഷ്യന്മാരും റബ്ബും തമ്മിൽ എന്തോ എന്താണ് മനസ്സിലായി? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ എന്താ ഈ പറഞ്ഞ അവസ്ഥ? എവിടെയാണ് ഈ സമുദായം? എന്താണ് ഈ അവസ്ഥ? അവർക്കൊക്കെ പൊറുക്കുമല്ലോ. അവർക്ക് ന്യായം ഉണ്ടാവും. ഇനി എന്ത്? വീട്ടിലത് കെട്ടിക്കിടക്കാണ്, വെക്കാൻ സ്ഥലമില്ല. അവർക്ക് ന്യായം ഉണ്ടാവും. ഞങ്ങൾ വീട് സ്ഥലമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ആക്കി കിടക്കാൻ കൊടുത്തു. എന്താ കൊടുക്കണേ? എന്താ ഇപ്പം കൊടുത്തെന്താ എന്താണ് കൊടുക്കണത്? അള്ളാന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ശരീഫ് ആക്കി കിടക്കാൻ നോക്കി. എത്ര ചർച്ചയാണ് പിന്നെ മലയാളക്കരയിൽ വന്നത്? എത്രയാണ് അതിൻ്റെ ചർച്ച വന്നത്? നിങ്ങളെന്താ നീച്ചു നോക്കി? എനിക്കറിയില്ല. എനിക്ക് ഈ വിഷയത്തിൽ ഒരു കൊല്ലത്തിൽ എത്രയോ ന്യൂസുകൾ കിട്ടാറുണ്ട്. മനസ്സിലാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ എഴുതാനുള്ള പേപ്പറുകൾ മനസ്സിലായില്ല, തോലായിരിക്കാം, താളിയോല എന്തോ, അത് കൊണ്ടുവന്ന് മുറിയിൽ വെച്ചു. ഇമാമുന ശാഫിഈ തങ്ങൾ
തങ്ങൾ മുറിയിൽ ഖുർആൻ എഴുതിയിട്ടില്ല. ആ രാത്രിയിൽ ഉറങ്ങിയില്ല ആ റൂമിൽ. എന്തുകൊണ്ട്? ഇഹ്തിറാമൻ, നാളെ അതിലെഴുതാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ കലാമാണല്ലോ എന്നോർത്ത് ഇന്ന് ആ മുറിയിൽ ഉറങ്ങിയില്ല. ആര്? ഇമാമുന ശാഫിഈ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താ ആലോചിച്ച്? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഓർക്ക് പിന്നെ റസൂൽ അല്ലാതെ ഒന്നുമില്ലല്ലോ. ഓർക്ക് ഹബീബ നബി അല്ലാതെ ഒന്നുമില്ലല്ലോ. അവർ ഹബീബ നബിയെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുമല്ലോ. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കി, സ്വർഗം കിട്ടാൻ നല്ലോനായിക്കൊള്ളുന്നില്ല. ജോലി മരിക്കണ ഒരു ദിവസം തന്നാൽ മതി, ഒരു മണിക്കൂർ തന്നാൽ മതി. തൊണ്ടയിൽ കെട്ടുന്നതിന് മുമ്പ്, ഒരു സെക്കൻഡ് മുമ്പ് ഇജ് പടച്ചോനേന്നൊന്ന് പറഞ്ഞ് കരഞ്ഞാലും അല്ലാഹു അസാ, ഒരു പക്ഷേ പടച്ചോൻ നിനക്ക് പുറത്ത് എന്നേക്കാം. അതേ സമയത്ത് റസൂലുള്ളാഹിനെ കാണാന്നുള്ളത് അങ്ങനെ നടക്കൂല. ഇജ് നന്നായി തന്നെ വേണം. നന്നാകാൻ തീരുമാനിച്ചൊന്നും മിനിസിലെഴുതിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി തെറ്റി ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരാ. അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു നല്ല പുതിയാപ്പിള, ഇങ്ങനത്തെ ഒരു പുതിയാപ്പിള ലോകത്തില്ല. അതെല്ലാ പെണ്ണുങ്ങൾ പറഞ്ഞ ഓർത്താനാ. എൻ്റെ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അതിനൊരു വില വെക്കണ്ട. നമ്മളങ്ങോട്ടും പറയും എന്ത്, ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യനെ എനിക്കാണ് കിട്ടിയത്. അതേമാതിരി ഇപ്പം നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്താ പറയും? പറഞ്ഞോളി, ഷമീറിനേക്കാൾ നല്ലൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല, സലാമിനേക്കാൾ നല്ലൊരു മാന് ഈ ക്ലാസ്സിൽ വന്നിട്ടില്ല. മാഷകാരോട്ട് പറയും വേണ്ട, അദ്ദേഹം മാന്മാരിൽ മാനാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നബി വന്നോളുന്നില്ല. അത് നന്നാകുന്ന വേണം. ഇത് ഞാനും നന്നാകണം, ഞാൻ നന്നാകണം, അത് നബിക്കത് തോന്നണം, നന്നാകണം. അതിനെ കുറച്ച് പണിയുണ്ടാവും. അത് നടക്കൂല. നടന്ന് കിട്ടാൻ പണിയാ. നടക്കത് അത് പണിയാ. അതാണ് പണി. അത് പണിയാണ്. അതാണ് പണി. അപ്പൊ ചിന്തിക്കും. അപ്പൊ ഇതന്നെ. അപ്പം ഷുഹൂദിയിലെ ഈ ഇങ്ങോട്ട് വായിച്ച് നിങ്ങൾക്ക് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം അത് മനുഷ്യന്റെ ജീവിതത്തെ ചെയ്ത് ഓരമാക്കുക. റസൂലുള്ളാഹിനെ കാണാൻ പിന്നെ അവർക്ക് എന്ത് പ്രശ്നമാണ്? ഈ മനുഷ്യൻ ചിലപ്പോൾ നിസ്കാരം നിർത്താം. ഈ മനുഷ്യൻ ചിലപ്പോൾ നിസ്കാരം നിർത്താം. അതായത് നിസ്കാരം എന്നോ മനുഷ്യൻ അറിയാതെ പോകും. സദാസമയം ആരെ നോക്കുക? അള്ളാന്റെ റസൂലിനെ നോക്കുക. ആ മനുഷ്യൻ നിസ്കാരം മറക്കാം. ചോറുന്നാം. ചോറിന് നീയത്തുണ്ടല്ലോ, നിസ്കാരം നീയത്തുണ്ട്. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? ചോറിന് നീയത്താണോ? പഠിച്ചോനെ, ചോറൊക്കെ വരുന്നുണ്ടല്ലോ, ചോറിന് നീയത്തുണ്ടല്ലോ. ഞാൻ ഉച്ച നേരത്ത് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. രാവിലെ വരാക്കോത്തല്ലാവില്ല. അങ്ങനെ തിന്നാ ചോറ്. ചോറ് തിന്നാൻ നീയത്ത് വേണ്ടടോ. നിസ്കരിക്കണമെങ്കിൽ നീയത്ത് വേണം. നിസ്കരിക്കണം, നീയത്ത് വേണമെങ്കിൽ ബോധം വേണ്ടേ? ബോധം നിന്നെ ഉസല്ലി ഫർള് നീയത്താവും. ഉസല്ലി ഫർള് പറഞ്ഞ നീയത്താവോ? പറയും കുട്ടികളെ. അത് പറഞ്ഞു. നീയത്ത് എന്നാൽ ബോധല്ലേ, വിചാരല്ലേ, ഇത് നാവല്ലേ. അത് നാവ് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അഖ്ദുകൾ കണക്കാക്കുക വാക്കുകൊണ്ടാണ്, ഇബാദത്ത് കണക്കാക്കുക നിയ്യത്തുകൊണ്ടാണ്. അഖ്ദ് ഇപ്പോൾ ഉദാഹരണം പറയാം. മനസ്സിലായില്ലേ? ഞാൻ സലാമിന് 1,00,000 രൂപ കൊടുക്കാം, അല്ലെങ്കിൽ 1,00,000 രൂപ എനിക്ക് തന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് കൊടുത്തു. അത് കൊടുത്താൽ ഇനിയിപ്പോൾ നിയ്യത്ത് ചെയ്തോളുന്നില്ല. നിയ്യത്ത് ചെയ്താലും കൊടുത്തു, വാങ്ങിയത് വാങ്ങി, എഴുതിയത് എഴുതി. അപ്പോഴൊക്കെ നമ്മൾ വേറെ ഏതോ സിനിമ ആണെങ്കിലും ഇവിടെ എന്തായി? അത് ഞാൻ എൻ്റെ കഴിഞ്ഞോണ്ട് മറ്റേ മൊബൈലിൽ ഇങ്ങനെ അമേരിക്കൻ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് എന്ത് നടക്കണമെന്നറിയോ? ഈ കച്ചവടം ചെയ്ത പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ അപ്പം കുഞ്ഞുമേമലെ ആ പൈസ കൊടുക്കങ്ങായി. അപ്പോൾ അവന് തല കിട്ടണില്ല. ഓൻ്റെ പൈസ തന്നെയാണ്. പക്ഷെ മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ സലാം 5 മിനിറ്റോടെ വന്ന് നിന്നു. പക്ഷേ ഈ മൊബൈലിനുണ്ട് അതിന് പൈസ കൊടുക്കണേ എങ്ങായി. അപ്പം അപ്പോഴും എന്തെടുത്തില്ല.
കണ്ടെടുത്തില്ല. ഇടപാട് നടക്കുമ്പോൾ നീയത്തിന് ആവശ്യമില്ല, ബോധവും ഉണ്ടാവും. സംഗതി നടന്ന ഇടപാടായി. ഇബാദത്തിന് പോരാ, ഇബാദത്തിന് ചെയ്താൽ പോരാ. അസ്ലെന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമലിൽ അവിടെ ഇബാദത്തിൽ കർമ്മം പോരാ, എന്ത് കയറണം? നീയത്ത് കയറണം. നീയത്തിന് മനസ്സിൻ്റെ സാന്നിധ്യം കിട്ടണം. അതിന് അള്ളാഹ് റസൂലിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാന് അവിടുന്ന് ഇങ്ങോട്ട് മനസ്സ് കിട്ടിയില്ല. മനസ്സ് അപ്പോൾക്ക് എന്തിനു കഴിയൂല? നിസ്കരിക്കാൻ കഴിയൂല. നിങ്ങൾ ഓനെ ചീത്ത പറയും, നിസ്കരിക്കാത്ത ഔലിയപ്പാപ്പ അങ്ങനെയൊക്കെ പറയും. നിസ്കരിക്കാത്തവരൊക്കെ ഔലിയാന്ന് ഈ പറഞ്ഞതിന് മാനല്ല. അതേ സമയത്ത് വലിയ ഷുഹൂദിലായിരിക്കും, സദാസമയത്ത് കാണുമായിരിക്കും. ആരെ? അള്ളാഹിന്റെ ഹബീബിനെ. അതിൻ്റെ അപ്പുറവും ഒക്കെ കാണുമായിരിക്കും. അപ്പൊ അവിടെ ബോധം കിട്ടൂല. അവർക്ക് ഭാര്യ ഉണ്ടാകാം, അവർക്ക് കുട്ടികളുണ്ടാകാം, അവർ ഭക്ഷണം കഴിക്കാം, അവർക്ക് എന്തും നടക്കാം. പക്ഷെ ചിലപ്പോൾ എന്ത് നടക്കൂല? ഇബാദത്ത് നടക്കൂല. എന്തുകൊണ്ട്? നീയത്തുണ്ടാവില്ല. അങ്ങനെ ഇരിക്കാം. ജനങ്ങളൊക്കെ കുറ്റം പറയും. എന്നിട്ട് മൂപ്പർക്ക് പെണ്ണിട്ടിനും കുട്ടികളുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ ഭാര്യയിൽ പ്രവേശിക്കുന്നു, സല്ലി ഫർളൂരി, അങ്ങനെ ഉണ്ടാവില്ല. അവിടൊക്കെ കർമ്മം മതി. എന്ത് വേണ്ട? നീയത്ത് വേണ്ട. ഇവിടെ നീയത്ത് വേണം. നീയത്ത് നോക്കി ബോധം കിട്ടൂല. ഫുള്ള് ബോധമില്ലായ്മയിലാണ്. ബോധം ആരില്ല. ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ ബോധമില്ല എന്നല്ല, ബോധം ഇതിലേക്ക് കിട്ടൂല. ബോധം എന്തിനായിരിക്കും? അള്ളാഹുവിലും റസൂലിലും മാത്രമാണ് അവരെ ബോധം. ഇങ്ങോട്ട് കിട്ടൂല. നാട്ടുകാരെ അവരങ്ങനെ കുറ്റം പറയും. ഞാൻ ഇബ്നു ദഖീഖ് അൽ-ഈദ് റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദുൽ ബദവി തങ്ങൾ ജമാഅത്തിന് വരുന്നില്ല എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയ സംഭവം നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞ്? വീട്ടിൻ്റെ ഗേറ്റാണ് കടന്നപ്പോഴത്തിന് ചെടികളടക്കം സുജൂദിൽ കിടക്കുകയാണ്. ആരാണ് ഇമാമ്? ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങൾ. ആ ചെടികൾ മുഴുവൻ ദിക്റില്ല, തസ്ബീഹല്ലാണ്. ഇബ്നു ദഖീഖ് പേടിച്ചുപോയി. ഇബ്നു ദഖീഖിന് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു നാടന്മാർക്ക് അത് കാണൂല. പേടിച്ചു. ഇനി അങ്ങോട്ട് കിടക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആരെ ചോദ്യം ചെയ്യാനപ്പി പോണത്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇതാണ് പറഞ്ഞർത്ഥം. നാട്ടുകാർക്കൊല്ലി കുറ്റം ചെയ്യുന്നവരാണ്. അള്ളാഹിന്റെ അടുക്കൽ അങ്ങനെയല്ല. അതേ സമയത്ത് ഈ ജമാഅത്തിൽ നിസ്കരിക്കുന്ന ഒരുത്തനുണ്ട്, അവര് ബോധത്തിൽ ആരെന്നല്ല, അള്ളന്നല്ല. മറ്റേ വലിയ ബോധത്തിൽ ആരും മാത്രമാണ്, അള്ളാഹ് മാത്രം. ഇവിടെ നിസ്കരിക്കണമെന്നുണ്ട് ബോധത്തിൽ. നിസ്കാരം 20 റക്അത്ത് തറാവിയും മനസ്സിലായില്ല, അവസാനത്തെ 10 ആയതുകൊണ്ട് 11 പൂർത്തിയാക്കിയിട്ട് എന്തു വിത്രു നിസ്കരിക്കന്നെ. നമ്മളൊരു ശിഷ്യനുണ്ട്, മാനിപ്പോൾ ഓൻ പറയും ഒരു കഥ, പല കഥയും പറയും. അപ്പോൾ ഓൻ പറയണ ഒരു കഥയാണ്. എന്തെന്നറിയോ? നടാടെ തെറാവീന് വന്ന് തെറാവി കഴിഞ്ഞപ്പോൾ മൊല്ലാക്ക പിന്നെ ഈ 25-ാവിന് തെറാവി നടക്കുക. അപ്പോൾ പുതിയ വന്ന ആളുകൾക്ക് ഇത് കഴിഞ്ഞാൽ സലാം വീട്ടി ദ്വാരന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഇനി പോകുമോ? കാരണം നടാടെ കുറേ ആളുകൾ ആകെ ഒരു റമദാനിൽ ആകെ ഒരു തറാവീന് വരും. 25-ാവിന് അങ്ങനത്തെ ഒരു ഉണ്ടാവും. അപ്പോൾ തറാവീൻ്റെ ദ്വായും കഴിഞ്ഞൊരു ചായയും കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊല്ലാക്ക വിളിച്ചു പറഞ്ഞു, എന്ത് ഇവര് കുറച്ച് ആളുകൾ നടാടെ ആയതുകൊണ്ട് പോകുമോ, ചായയും കിട്ടി കാപ്പിയും കിട്ടി നിസ്കാരവും കഴിഞ്ഞു ദ്വായും കഴിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചിട്ട് മൊല്ലാക്ക എന്ത് വിളിച്ചു പറഞ്ഞു, നീ വിത്തറും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഈ നടാടെ വരുന്ന ഒരാളുടെ മൂപ്പര് മകനോട് പറഞ്ഞു, എന്ത് ഉപ്പാന്റെ കുട്ടി പോയിക്കോളി, ഇനി ഇത്രയും കൂടി ഉണ്ടാവും എന്നാ അപ്പൊ പറയണത്. തടി കിട്ടുകയാണെങ്കിൽ ഇപ്പച്ചി വരും എന്ന് പറഞ്ഞാളാ. മനസ്സിലായില്ല. മൂപ്പർക്ക് എന്തറിയില്ല, വിത്തററിയില്ല. ഇനി വിത്തറും കൂടി ഉണ്ടായിരിക്കുന്നതാണ് അറിയപ്പോ മൂപ്പര് എന്താ വിചാരിച്ച്, ഈ 20 റക്അത്തിന്റെ പോലത്തെ 20 റക്അത്തും കൂടി ഇനി ഇത്രയും കൂടി ഉണ്ടായിരിക്കുന്ന മൂപ്പര് കേട്ടെ. ഈ ആളുകൾക്ക് എന്ത് നീയത്ത്? അവരെ മനസ്സിൽ 25-ാവാണ്. ആരില്ല, അല്ലാഹു റസൂലില്ല. വലിയ നിസ്കരിക്കാൻ വരാത്ത എന്തുകൊണ്ടാണ്? വലിയന്റെ കൽബിൽ ആരല്ലാതല്ല, അല്ലാഹു റസൂലും അല്ലാത്ത വേറെ ആളില്ല. അവർക്ക് നിസ്കരിക്കുന്നുണ്ടോ അല്ലേ എന്നവർക്ക് അറിയാനല്ല. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ ഷുഹൂദിൽ ഐനുദാത്തിലേക്കുള്ള എൻ്റെ നോട്ടം,
ത്വരിയബലിൽ ഐഷ, എൻ്റെ ജീവിതത്തെ അത് ചേതോഹരമാക്കി, എൻ്റെ ജീവിതത്തെ അത് ഭംഗിപ്പെടുത്തി. എനിക്ക് ഒരു വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. പിന്നെ ഖദീമൻ അതാനി നൂറുഹു മാറുഷാ, ഖദീമൻ പണ്ട് പണ്ടേ അതാനി നൂറുഹു, ആ ഹബീബിൻ്റെ നൂറ് എനിക്കെത്തി. ഹൈസുമാ റുഷ, അത് 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 ഹത്തുമാ റുഷ, ഹൈസുമാ റുഷ, കൊടയപ്പെട്ട സമയത്തു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ ഇരുട്ടിലാണ് പഠിച്ചത്. പിന്നെ നൂറ് ആരിലൊക്കെ വിതറിയോ അവർക്കൊക്കെ ഇതായി തൊട്ടു. ആ നൂറ് എവിടെ നിന്ന് വന്നതാ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റഹ്മത്തുൽ ലിൽ ആലമീനാണ് നിന്നാണ് എല്ലാ സൃഷ്ടികൾക്കും നൂറ് കിട്ടിയത്. അപ്പോൾ അതാനി നൂറുഹു, ഖദീമൻ അതാനി നൂറുഹു ഹൈസുമാ റുഷ, ആ വിതറപ്പെട്ട സമയത്ത് തന്നെ എനിക്ക് ആ പ്രകാശം കിട്ടിയിട്ടുണ്ട്. ഞാൻ നാശാവില്ല. അതൊക്കെ പറയണമെങ്കിൽ പറയാൻ മാത്രം വേണം. മനസ്സിലായില്ല? അത് കുടഞ്ഞിട്ടുണ്ട്. ആര് കുടഞ്ഞു? അള്ളാഹ് കുടഞ്ഞു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പ്രകാശം അള്ളാഹു കുടഞ്ഞൊരു സമയമുണ്ട്. ആ കുടഞ്ഞപ്പോൾ ആ കിട്ടിയവർക്കൊക്കെ ഹിദായത്തും കിട്ടി. അന്ന് കിട്ടിയ ആളാണ് ഞാൻ. ഇവിടെ വന്നിട്ട് ഇടങ്ങേറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇടങ്ങേറുകൾക്ക് ഇടങ്ങേറുമല്ല. ആ നൂറ് കിട്ടിയവർക്ക് ഇടങ്ങാറല്ല, മറ്റവർക്ക് ഇടങ്ങാറാണ്. നമുക്ക് നിസ്കരിച്ചിട്ട് റായത്തിൽ ഭക്ഷണം കഴിക്കാം. ഓ, നിസ്കരിൽ ഇടങ്ങാറാണ്. ഒരു പണിയെടുത്തിട്ടാണല്ലോ പിന്നെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ആദ്യം എടുക്കൽ എന്താണ്? പണിയെടുത്ത് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് റായത്തിൽ ഭക്ഷണം കഴിക്കാം. അപ്പോൾ റായത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുക. റായത്തില്ലാതെ നിസ്കരിക്കുക. ഹബീബായ നബിക്ക് തിരിച്ച റസൂലുള്ളാഹിന്റെ റായത്ത് എന്താ? നിസ്കാരം. ചിന്തിക്കുക. അപ്പൊ എന്റെ കാരണം ആ പ്രകാശം എനിക്ക് അന്നേ കിട്ടിയിട്ടുണ്ട്. ബാബാമൂദുഗീന്ന് കുത്തുബായി വന്നോർ വനം അതേളിയിലും കെളിമികന്തോർ. വൈദ്യമാല കാണാൻ പറ്റൂല, സുന്യ കാണാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇതിനെപ്പറ്റി ഒരുപാട് പ്രമാണങ്ങൾ വൈദ്യമാല സത്യാന്ന് സുന്യാൾ എഴുതിയിട്ടുണ്ട്. 1, 2, 10, 100 പ്രമാണങ്ങൾ. ചിന്തിക്ക്. ബാബാമൂദുഗീന്ന് കുത്തുബായി വന്നോർ. ബാപ്പാന്റെ മുതുകിൽ ആരായിരുന്നു? കുത്തുബ. അപ്പൊ കുത്തുബാക്കാൻ നിസ്കരിക്കേണ്ടയില്ല എന്ന് മനസ്സിലായി. ഫവൈലുൽ മുസല്ലി എന്ന് കേട്ടപ്പോൾ നിസ്കരിച്ചോട് കുത്തുബ ആവൂല എന്ന് മനസ്സിലായി. അപ്പൊ കുത്തുബ് നിസ്കാരം തമ്മിൽ ഒരു ബന്ധമല്ല. അല്ല, മനസ്സിലാക്കണല്ലോ. ഇപ്പം എന്ത് ഇബാദാത്ത്, അഖ്ലാഖ്, ദീനിയാത്ത് പറയടാ, അമലിയാത്ത്. ഈ ആത്തുകളൊക്കെ പഠിച്ചാലല്ലേ താരീഖ്, അമലിയാത്ത്, ദീനിയാത്ത് ഒക്കെ നല്ല തന്നെയാണ്. അതിൽപ്പെട്ട ആത്തുകൾ പഠിച്ചാലല്ലേ നിസ്കാരം പടിയുള്ളൂ. ഇതിപ്പോൾ ബാപ്പാൻ്റെ മുതുകക്ക് അമലിയാത്ത് ചുരുട്ടി കയറ്റാൻ കഴിയില്ലല്ലോ. കാരണം ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലെത്തിയിട്ടില്ല. അങ്ങനത്തെ താക്കോൽ പഴുത് ഓപ്പറേഷൻ ഒന്നും അക്കാലത്ത് ഇല്ല. കുത്തുബായി വന്നോർ. അപ്പൊ അമലിയാത്തൊക്കെ ചുരുട്ടിട്ട് പാപ്പാന്റെ മുതുകക്ക് കഴിയോ? ഇല്ല. അപ്പൊ അമലിയാത്ത് ഉണ്ടോ? അമലുണ്ടോ? അമലിയാത്തുണ്ടോ? എവിടെ? പാപ്പാന്റെ മുതുകിൽ. പക്ഷെ ആളാരാ? കുത്തുബാണ്. വലിയുമല്ല, ആരിഫും അല്ല. അങ്ങ് 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 മേലിൻ്റെ മേല്. അപ്പൊ ബാപ്പാന്റെ മുതുകിൽ തന്നെ മൊയ്തീൻ ശൈഖ് ആരാണ്? കുത്തുബാണ്. നിസ്കരിച്ചിനോ? ഒമ്പോറ്റിനോ? അതൊക്കെ അവിടുന്ന് കുടഞ്ഞപ്പോ നല്ല വലിയ തുള്ളി ചാടിയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിലാക്കി തരട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ആക്കി തരട്ടെ. നമുക്ക് അങ്ങനെയാണല്ലോ. എന്ത്? നീ സാഹിബുൽ മിസ്ക്, കസ്തൂരിക്കാരൻ്റെ കൂടെ നിന്നോ. അപ്പം നമുക്ക് എന്തുണ്ടാവും? കസ്തൂരിക്കാരൻ്റെ കൂടെ കുറച്ച് നിന്നിട്ട് പെണ്ണുങ്ങളെ റൂമിലേക്ക് ചെന്നാലും ഓൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പം ഇന്ന് നല്ലൊരു വാസന ഉണ്ടല്ലോ എന്ന്.
അതേ സമയത്ത് കള്ളുടിയൻ്റെ ഒപ്പം ബസ്സിൽ ചാരിന്നാണ്ട് പിന്നെ പെരി ചെന്നാൽ ഓളെന്താ പറയാ, കുടിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഇവിടെ എന്താ ചാരി നടക്കും. നമുക്ക് ചാരി കിട്ടിയാലും മതി. അള്ളാന്റെ ഹബീബിൽ നിന്ന് ഈ വലിയ വലിയ തുള്ളികൾ വീണ മശായിഖന്മാരെ ചാരിയാൽ മതി. മുഹിദ്ദീൻ ഷേഖ്, റിഫായി ഷേഖ്, തിജാനി തങ്ങൾ, ഇവരൊക്കെ ചാരിയാൽ മതി. നമുക്ക് ആ തുള്ളി കിട്ടണ്ട. ചാരിയത് മണക്കും, എന്നാലും കഴിച്ചില്ലാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ല? നമ്മളെ അതിന് മാത്രമൊന്നുമില്ല. നമുക്ക് ആ തുള്ളി കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അഅലം. ആ തുള്ളി കിട്ടിയൊരു കൂട്ടത്തിൽ കൂടി ഇന്നത്തെ രക്ഷപ്പെടും. നീ നേമത്തി ആ തുള്ളി കിട്ടിയല്ലേ ജയിൻ്റെ കൂട്ടത്തിൽ കൂടിക്കോ, അങ്ങനെയാണ് പോകും. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾക്ക് റബ്ബർ കർഷകരാണ് നിലമ്പൂർക്കാരൊക്കെ. റബ്ബറിന് വില ഇല്ലാതാവുന്ന സമയത്തും വിലയുള്ള സമയത്ത് രണ്ടവസ്ഥ. വില ഉള്ള സമയത്താണെങ്കിൽ റബ്ബർ സീറ്റ് കൊണ്ടു കൊടുത്താൽ പിന്നെ കച്ചവടക്കാർ നോക്കുന്നില്ല, അങ്ങനെ അടിച്ച് കയറ്റും. അതിൻ്റെ മേലെ കളറടിക്കും, കെറ്റി അങ്ങനെ വിടും. അതേ സമയത്ത് വില ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, സീറ്റ് രണ്ടാക്കും. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. ഇതിക്കാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മറിക്കും. അപ്പം ലാട്ട് സീറ്റ്, പിന്നെ ഇതിൽ ലാട്ട് സീറ്റ് മനസ്സിലായില്ലേ? നല്ലതല്ലാത്ത സീറ്റുകളെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവരെന്ത് ചെയ്യും, നല്ല സീറ്റിനെ പൊതിയാനെടുക്കും, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും, പൊതിയാനെടുക്കും. അപ്പോഴും കൂട്ടത്തിലാണ് പോയി കിട്ടും. മനസ്സിലായില്ല? ഇവൻ ഒറിജിനൽ സീറ്റല്ല. കച്ചവടക്കാരെ വിളവിഞ്ഞ് എന്താണെന്നറിയോ, ഈ ലാട്ട് സീറ്റ് ഓനെ എങ്ങനെ വെക്കും? ഒറിജിനൽ സീറ്റ് വെക്കും. അതെങ്ങനെയാണ്? ഇതിന് പിന്നെ കളറടിച്ച് കയറ്റണം. അപ്പം അതിനെ പൊതിയാൻ എന്തെടുക്കും? ലാട്ട് സീറ്റ് മൊത്തം നല്ല സീറ്റാണ്, പുറത്തെ ലാട്ട് സീറ്റാണ്. അത് നേരെ റാട്ടിക്കണം, കയറ്റി തൂക്കി അങ്ങനെ വിടും. ഇവനത് ചെലവാകും. എന്തുകൊണ്ട് ചെലവായി? സിറാത്തല്ലദീന താലയും. മനസ്സിലായില്ല? അതാണ് സിറാത്തല്ലദീന. അന്ന അരക്കായ്ക്ക് പറ്റൂല. അപ്പം അരക്കായ്ക്ക് പറ്റുന്ന കൂട്ടത്തിൽ കൂടിക്കളാ. എന്നെ ലാട്ട് സീറ്റ് ആക്കിയിട്ട് പൊതിയാനെടുത്തോളൂ. എന്തേ ചങ്ങായി പറഞ്ഞ മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായോ? ഏത് കൊട്ടാരത്തേക്കാണെങ്കിലും വൈക്കോലും കൊണ്ടുവരും. അതെങ്ങനെ വൈക്കോലും കൊണ്ടുവരും? വൈക്കോലും കൊണ്ടുവരും. കൊട്ടാരത്തേക്കും എന്ത് വേണം? ചായ കുടിക്കാനുള്ള ഗ്ലാസ് വേണ്ടേ? 2 ഡസൻ ഗ്ലാസ് വാങ്ങിയാൽ ഒരു പൈ നിന്നാൽ മാത്രം എന്തുണ്ടാവും? അടിച്ചോനെ, അന്തം വിട്ടോനെ. അപ്പം ഏത് കൊട്ടാരത്തിൻ്റെ അടുക്കളയിലും ആരെത്തും? ബഹുമാനപ്പെട്ട വൈക്കോലെത്തും. വൈക്കോല് പുല്ലൂട്ടിന് അപ്പുറത്ത് കിടക്കാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ എത്തി എന്തുകൊണ്ട്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. മനസ്സിലായില്ല? അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അതിൽ ഗ്ലാസ് ഏതായാലും എവിടെ വേണം? കൊട്ടാരത്തിൽ വേണം. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചാൽ മറ്റേ ഗ്ലാസ് ഒറ്റ വെച്ചാൽ പൊട്ടും. മനസ്സിലായില്ല? പഴയ കാലത്ത് വൈക്കോലും ആണ് വെക്കുക. ഇപ്പം പടക്കടലാസ് ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പഴയ കാലത്ത് വൈക്കോല വെക്കുക. നിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വൈക്കോല. അപ്പൊ ഏത് കൊട്ടാരത്തിലേക്കാണെങ്കിലും ഗ്ലാസ് വേണ്ടി വരുമല്ലോ. അപ്പൊ ആരും കയറും, വൈക്കോലും കയറും എന്നതുപോലെ. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പൊ ഗ്ലാസിൻ്റെ ഒപ്പം കൂടിക്കോ, നിനക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله